ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൊടിയ വിഷം ഉള്ളിൽ ചെന്നിട്ടും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് നീലമോൾ. ഫോർമുല മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി എന്നും അത് കുഞ്ഞിന് ഡൈജസ്റ്റ് ചെയ്തില്ല, പേടിക്കാനൊന്നുമില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഏതായാലും ജാനമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് ലേഖയ്ക്കൊരു കാരണം തന്നെ കിട്ടിയിരിക്കുകയാണ്. അവർക്ക് കുഞ്ഞിനെ നോക്കി പരിചയമൊന്നുമില്ല, എന്നെയോ മഹിയെ പോലെയോ കുഞ്ഞിനെ നോക്കാനൊന്നും അവർക്ക് കഴിയില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ ഒരു മാസം കഴിയാതെ അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് തന്നെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയാണെങ്കിൽ മാർക്കോയോട് പറയുന്നുണ്ട്, സമാധാനമായോ എന്നും. നീ വരുന്ന വഴിക്ക് നാഗത്തെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? രാജവെമ്പാലയുടെ വിഷം തീണ്ടിയാൽ പോലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മോൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുഞ്ഞിനായിരുന്നു ആപത്ത് എന്ന് മാർക്കോ ഞെട്ടലോട് ചോദിക്കുമ്പോൾ അതിനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് അമ്മ. ആ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ നീയായിട്ട് ഒന്നിനും പോകണ്ട, അവർക്കതിനുള്ള ശിക്ഷ ഉറപ്പായും കിട്ടും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ ഫോർമുല മിൽക്ക് അധികം കുടിച്ചതുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്നാണ് കണ്ണനും മഹിയും അനന്തവും ലേഖയൊക്കെ കരുതുന്നത്. ഇതേസമയം പ്രതാപനാണെങ്കിൽ എന്തായാലും ആ കുഞ്ഞിപ്പോൾ പോയിട്ടുണ്ടാകും, ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ മോളുടെ സന്തോഷം കാണാൻ പറ്റും, അതുകൊണ്ട് ബാക്കിയുള്ള കാലം ജയിലിൽ കഴിഞ്ഞാലും വേണ്ടില്ല, കരുണമോളുടെ അവളുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് കഴിയുമല്ലോ, ലക്ഷ്മിക്കും കണ്ണനും ഇനി കണ്ണീരൊഴിഞ്ഞിട്ട് നേരമുണ്ടാവില്ല എന്നെല്ലാം സ്വയം മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുന്നു. അങ്ങനെ കണ്ണൻ തിരികെ വരാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണും എന്ന് തന്നെ അവർ 100% ഉറപ്പിക്കുകയാണ്. പിന്നീട് ദുർഗ കുഞ്ഞിൻ്റെ വിവരമൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ കണ്ണനെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നും ഫോർമുല മിൽക്ക് കൂടുതൽ കുടിച്ചതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, ഞങ്ങളിപ്പോൾ തിരികെ വീട്ടിലെത്തിയെന്നും ഇന്ന് മഹിക്കും കുഞ്ഞിനോടൊപ്പം കഴിയാനാണ് തീരുമാനം, നാളെ അങ്ങോട്ട് വരാമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. അപ്പോൾ ദുർഗയ്ക്കും അത് കേട്ട് സമാധാനമാവുന്നുണ്ട്. ഇതേസമയം കരുണയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വയറുവേദന ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ നല്ല ഛർദിലും ഉണ്ടാവുന്നു. ദുർഗയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ വല്ലാത്ത തളർച്ചയും ക്ഷീണവും കാരണം ബോധം കെട്ട് പോകുന്നുണ്ട് കേട്ടോ, കരുണയുടെ ബോധം പോകുന്നുണ്ട്. പിന്നീട് കരുണ താഴേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ട് തന്നെ ദുർഗ കരുണയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കരുണയുടെ ബോധം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഇവൾക്കിത് എന്ത് പറ്റി എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കണ്ണൻ കമലേശ്വരത്തേക്ക് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കരുണ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ കണ്ണനും വേറെ ഒന്നും നോക്കിയില്ല, കണ്ണനും ദുർഗയും കൂടിയിട്ട് വേഗം കരുണയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കരുണയെ പരിശോധിക്കുന്ന ഡോക്ടർ മാരകമായിട്ടുള്ള ഒരു വിഷം കരുണയുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ദുർഗയ്ക്കും കണ്ണനുമാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും കരുണയുടെ ശരീരത്തിൽ വിഷം ചെന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കണ്ണൻ വേഗം തന്നെ ഉണ്ണിയെ വിവരിച്ച് വിവരം പറയുകയാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ കരുണയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും അവളുടെ ശരീരത്തിലേക്ക് എന്തോ മാരകമായിട്ടുള്ള വിഷം ചെന്നിട്ടുണ്ട്, ഇന്നലെ രാത്രി മുതൽ അവൾക്ക് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്, എന്തായാലും പേടിക്കാനൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ എന്തായി ഉണ്ണി, ആ കുഞ്ഞിന് എന്താ സംഭവിച്ചത്, ആ കുഞ്ഞ് പോയി കാണും, ദുർഗയാണോ നിന്നെ വിളിച്ചത് എന്നെല്ലാം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, സംഭവിച്ചത് നിങ്ങളുടെ മോൾക്കാണ്, കരുണ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ഇടുത്തി വീണതുപോലെ ആയി പോകുന്നുണ്ട് കേട്ടോ പ്രതാപൻ. കണ്ണേട്ടനും അമ്മയും ചേർന്നാണ് കരുണയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നും ഉണ്ണി പറയുന്നു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ അധികമൊന്നും സന്തോഷിക്കേണ്ടായെന്ന്, കണ്ണനെയും ലക്ഷ്മിക്കും എതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടിയൊക്കെ നമുക്കേ കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പ്രതാപൻ്റെ നേരെ. അപ്പോൾ പ്രതാപനാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് ജാനമ്മ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, ജാനമ്മ നല്ല ആളാണ്, ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ കുഞ്ഞിന് ഫോർമുല മിൽക്കാണ്, അത് കട്ടിയായിട്ട് കൊടുക്കണ്ട, നേർപ്പിച്ച് കൊടുത്താൽ മതിയെന്ന്. ആ പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞ് ഉണർന്നിട്ടില്ല, മാത്രമല്ല രാത്രി കുഞ്ഞിൻ്റെ വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം ലേഖ ജാനമ്മയെ അറിയിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത് എന്നും ലേഖ പറയുമ്പോൾ ജാനമ്മയ്ക്കാണെങ്കിൽ ആകെ വല്ലാതാവുന്നുണ്ട്. തുടർന്ന് കുഞ്ഞ് കളിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ജാനമ്മയ്ക്ക് ശ്വാസം നേരെ വീഴുന്നുണ്ട് കേട്ടോ. ദൈവമേ, ഈ പൊടി കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന അത് കേട്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ വിങ്ങി പൊട്ടുന്നുണ്ട്. ഇതേ സമയം മഹി പറയുന്നുണ്ട്, ഇനി ജാനമ്മയെ ഒന്നും പറയേണ്ട ലേഖേ, കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലല്ലോ,
ഇനി എന്തായാലും കുഞ്ഞിന് അളവ് കുറച്ച് മാത്രം പാല് കൊടുത്താൽ മതി എന്ന് പ്രത്യേകം മഹി ജാനമ്മയോട് പറയുന്നുണ്ട്. പിന്നീട് മാർക്കോ കണ്ണനെ വിളിക്കുന്നു. അപ്പോൾ കരുണ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ മാർക്കോയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വയ്യാതായി എന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു മാർക്കോ എന്ന് കണ്ണൻ തിരിച്ച് ചോദിക്കുന്നതും അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. തുടർന്ന് കരുണയുടെ ഉള്ളിൽ എന്തോ വിഷം ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും സംശയിക്കാനില്ല സാറേ. കുഞ്ഞിനോട് കൊടും ക്രൂരത ചെയ്യാൻ നോക്കിയതിനാണ് കരുണ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ. കുഞ്ഞിനെ വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടിയിട്ട് പ്രതാപൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞിനൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം മാർക്കോ കണ്ണനെ അറിയിക്കുന്നു. പക്ഷേ അതിപ്പോൾ കരുണയിലൂടെ അയാൾക്ക് തന്നെ ഒരു തിരിച്ചടിയായി എന്നും മാർക്കോ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒടുവിൽ കണ്ണനിലേക്ക് തന്നെ കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കണ്ണൻ ഇനി കരുണയും ഉണ്ണിയും കമലേശ്വരത്ത് നിന്ന് അടിച്ചിറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്